നിങ്ങളെ വീട് ഇതിന്റെ അപ്പുറത്തെ ഭാഗത്തായിരുന്നു അല്ലേ? അതാ ആ കാണുന്നൊരു മുറിയില്ലേ, അതിന് നേരെ താഴെയാണ് ഞങ്ങൾ രണ്ട്. കുറച്ച് അവശേഷിപ്പ് മാത്രം ഉണ്ട് അവിടെ. ആരൊക്കെയാണ് കാണാതായത്? ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ചോദിക്കുകയാണ് ആരൊക്കെയാണ് കാണാതായത്. ആരും ബാക്കിയില്ല. അച്ഛനും അമ്മയൊക്കെ സേഫ്റ്റിയാണ്. കൂട്ടുകുടുംബങ്ങൾ മൊത്തം എന്നെ ഞാൻ ജനിച്ചതാണ്. നാടാണ് ഇവിടെയൊക്കെ ഒരു സീതമക്കുണ്ട് പറഞ്ഞ സാധനമുണ്ട്, ഇവിടെ ഒരു ആനക്കുണ്ട്, അതിന് നേരെ പൂച്ചക്കുണ്ട്. ഈ പുഴയാണ് ഞങ്ങൾ കളിച്ചു പറഞ്ഞ അന്നത്തെ നാട്. ഇതൊക്കെ വലിയ കുണ്ടാ, ഞങ്ങൾക്കൊന്നും അറിയില്ല. അതൊക്കെ സീതമക്കുണ്ട് എന്ന് പറഞ്ഞല്ലേ. ഞങ്ങൾ എത്ര അടിയുന്നു. ഇതാണ് ഞങ്ങൾ വലിയ കുന്ന്. ആ കുന്നിന്ന് ആ പുഴയ്ക്ക് ഞങ്ങൾ ചാടും. ഇവിടെ ഒരു പുഴയാ, അതായത് നമ്മൾ കടലില്ലേ, കടലും ഈ സീതമക്കുണ്ടും ഒന്നാ. അത് മുണ്ടക്കായി ആൻ്റെ ചോദിച്ചാലും പറയും, അത്രയും താഴ്ച പച്ച കളറാണ് ആ കുണ്ട്. ഞങ്ങൾ ചാടുന്ന സ്ഥലമാണ് ഇതൊക്കെ. ബാക്കി ഉള്ളവർ ക്യാമ്പിലാണോ ഉള്ളത്? അച്ഛനമ്മ മാത്രമുണ്ട്, ബാക്കി കൂട്ടുകുടുംബങ്ങളൊക്കെ കുറെ പോയിട്ടുണ്ട്. 42 ആളുണ്ട്. അതിൽ ആരൊക്കെ കിട്ടി എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞാൻ വന്നിട്ടുമില്ല, ഞാൻ വീട്ടിലാന്ന് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. ഈ ഒരു നാട് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് വെച്ചാൽ ആനില്ല, എന്നെ പ്രസവിച്ചിട്ട നാട്. ഇതൊക്കെ ദൂരമില്ല. ഇതൊക്കെ ഞങ്ങൾ രാത്രി അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ടില്ല, ഇവിടുന്നൊക്കെ അത് കൂടെ പോകാൻ പേടിച്ചിട്ട് ഇവിടെ ഓരോ വീടൊന്നും കടന്നുണ്ട്. ഈ വീട് അവിടെ നമ്മളെ സന്തോഷ്, മറ്റേ ബാബ, എൻ്റെ കൂട്ടുകാരനാണ് ബാബ. അവിടെ ആ വീടായിട്ട് അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ രാത്രി കിടക്കും. ഞാൻ ഡ്രൈവറാണ്. ഞങ്ങൾ രാത്രി വണ്ടി അവിടെ നിന്ന് സൈഡാക്കി ഒക്കെ ഈ ജീപ്പ്, അന്ന് ജീപ്പാണ് ഞങ്ങൾക്ക് ഇവിടെ ലോക്കിലടി. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ പേടിയാണ് അന്നത്തെ കാലത്ത്. എന്ന് വെച്ചാൽ അന്നൊന്നും ഇവിടെ ലൈറ്റ് ഇല്ല. ഈ ഒരു വീടുണ്ട്, ഇതാൻ്റെന്ന് ചോദിച്ചാൽ നമ്മളെ കൊമ്പങ്കാസോട്ടൻ്റെ വീടാണ്. പണ്ട് ഫസ്റ്റ് അവർ കെട്ടിയ വീടാണ്. ഈ വീട്ടിലടക്കം ഞാൻ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ അച്ഛനും അമ്മയും ക്യാമ്പിലുണ്ട്. ഞാൻ അവിടെ പോകണം, അവരെ സംരക്ഷിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തും ഞാൻ ഡ്രൈവറായിട്ടല്ല പറഞ്ഞു, എൻ്റെ കൂട്ടുകുടുംബങ്ങളായിട്ടുള്ള കാര്യത്തിൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചു തന്നെയായിരിക്കും. അപ്പോൾ അന്യം വരാൻ വേണ്ടി കാത്തുനിന്ന ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഞാൻ സേവാഭാരതീൻ്റെ പരിപാടിക്കൊക്കെ ഞാൻ മേപ്പാടി നമ്മൾ ജയിപ്പിക്കുന്ന കാര്യങ്ങളും അന്നൊക്കെ എൻ്റെ ഈ ബോഡീൻ്റെ കൈ കിട്ടുമ്പോൾ അല്ലേ ഞാൻ എൻ്റെ മനസ്സിൽ ഒതുക്കിയതാണ്. കളിച്ച് ഞങ്ങൾ കൂടെ വരിക സ്കൂൾക്ക്. അന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സ്കൂളില്ല, അന്ന് അട്ടമലയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് കൂടെ നടന്ന് ഈ ശ്രീമൂട്ട് സൈഡ് കൂടെ അങ്ങോട്ട് കയറിയിട്ട് നേരെ അട്ടമല പറഞ്ഞ സ്ഥലം അറിയോ? അവിടെ 4ാം ക്ലാസ് വരെ ഞങ്ങൾ അന്ന് പഠിപ്പിച്ചത്. അവിടേക്ക് നടക്കും. അത് ഞങ്ങൾ എളുപ്പ വഴി അതൊക്കെ ഞങ്ങൾ ഷോർട്ട് കെട്ടാ. ഈ താര, ഈ മല, മുള്ളാമ്പഴം, എന്തൊക്കെ പഴം ഞങ്ങൾ ഈ കാട്ടിൽ നിന്ന് പൊട്ടത്. ഞാൻ കല്യാണം കഴിച്ച് ഞാൻ ഇവിടുന്ന് പോയിപ്പോൾ ഞാൻ ചുണ്ടയിലാണ് താമസം, ഓടത്തോട്. ഈ ഓടത്തോട് താമസിക്കുന്ന സമയത്ത് എനിക്ക് 3 പെൺകുട്ടികളാണ്. എസ്റ്റേറ്റിൽ വർക്കറാണ് ഞങ്ങൾ. ഞാൻ എസ്റ്റേറ്റ് ലോറിയിൽ ഡ്രൈവറാണ്. എൻ്റെ ഭാര്യ അവിടെ എസ്റ്റേറ്റിൽ പണിക്കെടുക്കും, ചപ്പ് വെക്കാൻ പോകുന്നുണ്ട്. എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഈ എസ്റ്റേറ്റിലൊക്കെ പോയതാണ്. ടെൻഷൻ ഇല്ല, എല്ലാ കാര്യം പറയുക. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലോകത്ത് നിങ്ങൾ എന്നെ പോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുമോ ഈ നാട് പോയാൽ? ഉണ്ടാകുമോ? ടെൻഷൻ ഉണ്ടാകുമോ? എനിക്ക് കൂട്ടുകാരന്മാരില്ല, എൻ്റെ കളിക്കൂട്ടുകാരന്മാരില്ല. അന്നൊക്കെ ഞങ്ങൾ ഇതാണ് അമ്പലക്കുന്ന് പറഞ്ഞ സ്ഥലം. ഈ കുന്ന് കണ്ടില്ലേ, അതിൻ്റെ മേലൊരു അമ്പലമുണ്ട്. ഈ അമ്പലം, ഈ പള്ളി, ക്രിസ്ത്യൻ പള്ളിയില്ലേ, ഈ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ ഞങ്ങൾ ഓടിക്കളിച്ച നാടാ. കൂട്ടുകാരന്മാർ എന്തോ ദൈവം എവിടെയോ നമുക്കൊരു വഴി ഒരുക്കി, അത്രയേ ഉള്ളൂ. ഇവിടുന്ന് താഴെ വീണ്ടും കാണാം. ഈ
സങ്കടത്തിൻ്റെ ഉരുളിങ്ങനെ പൊട്ടി ഒഴുകുകയാണ് ഉണ്ണിയേട്ടൻ്റെ ഹൃദയത്തിലും. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഈ ഉരുൾപൊട്ടലിനെ, ദുരന്തത്തിനെ അതിജീവിച്ചതെന്നതാണ്. ബാക്കി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണാൻ കഴിയുമോ എന്നൊരു പ്രതീക്ഷയിൽ ഇപ്പോഴും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വന്ന് തിരച്ചിൽ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാവുകയാണ് ഉണ്ണിയേട്ടൻ.